4:40 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് മുറിക്കകത്തെല്ലാം ലൈറ്റ് ഇട്ടു. പോയി ബാത്റൂമിൻ്റെ കതക് തുറക്കാനും എന്തോ പടപടാന്ന് സൗണ്ട് കേട്ടു. അപ്പോൾ തൊട്ടപ്പുറത്താണ് മോനൊക്കെ കിടക്കുന്ന ബെഡ്റൂം. ഞാൻ പെട്ടെന്ന് തിരിച്ചോടി ഹാളിലോട്ട് വന്നേച്ച് മോനെ വിളിച്ച്, പെട്ടെന്ന് എഴുന്നേറ്റ് വാടാ, എന്തോ സൗണ്ട് കേൾക്കുന്നു, എന്തോ സംഭവിക്കുന്നു, പെട്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഓടി വന്ന് എന്നാന്ന് ചോദിച്ച് ഓടി വന്ന് ഫ്രണ്ടിലെ വാതിൽ തുറന്നു. ഫ്രണ്ടിലെ വാതിൽ തുറക്കുമ്പോൾ മുറ്റത്തെല്ലാം കൂടെ ഇടിഞ്ഞു വരുന്നതാണ് കാണുന്നത്. എടാ എല്ലാം തകരുവാ, പിള്ളേരെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞു. പിള്ളേരെ കിടന്ന മുറിയിലോട്ട് മോൻ ഓടി. എന്നെ എന്തോ ഒരു ശക്തി വന്ന് തള്ളി. ഞാൻ മലന്നടിച്ച് വീണ് കട്ടിലിൻ്റെ അടിയിലോട്ടായിപ്പോയി. ചെറിയൊരു ബെഡ്റൂമാണ് അത്, അതിൻ്റെ കട്ടിലിൻ്റെ അടിയിലായിപ്പോയി ഞാൻ. അപ്പോഴത്തേക്ക് പുറത്ത് പിള്ളേരുടെ കരച്ചിൽ കേൾക്കാം. ഇവർ പപ്പാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് കരയുന്നുണ്ട്. ഞാൻ ഉടനെ എല്ലാവരും എന്തിയ, അമ്മ എന്തിയ, പിള്ളേരെന്തിയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ വിട്ടോ ഓടിക്കോളാൻ പറഞ്ഞു. ഇവിടെ എന്തോ സംഭവിക്കുക, അവരെ രക്ഷപ്പെടുത്തുക, അവരെയും കൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. അവർ പിന്നെ എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറേ നേരത്തേക്ക് അനക്കമില്ലായിരുന്നു. പിന്നെ എങ്ങനെ പുറത്തെടുത്തത്? ഞാൻ അത് കഴിഞ്ഞ് മെല്ലെ കൈയൊക്കെ വെച്ച് പരതി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല, എൻ്റെ ദേഹത്തൊന്നും തട്ടുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് പതുക്കെ പുറത്ത് കട്ടിലിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കാണ്, എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇരുട്ട എന്താ അന്നൊന്നും അറിയത്തില്ല. അന്നേരം എനിക്ക് ഓർമ്മ വന്ന കട്ടിലിൽ മൊബൈലുണ്ടല്ലോ എന്ന്. ഞാൻ മൊബൈലെടുത്ത് അതിൻ്റെ ടോർച്ച് തെളിച്ച് നോക്കുമ്പോഴത്തേക്ക് ഹാളെല്ലാം കൂടെ ഇടിഞ്ഞ് ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ വാതിലെല്ലാം അടഞ്ഞിരിക്കുക. 3 സൈഡും ഭിത്തിയാണ്. എനിക്ക് അവിടെ ഇരുന്ന് പുറത്തോട്ടിറങ്ങാൻ ഒരു വഴിയുമില്ല. അന്നേരമാണ് എനിക്ക് അറിയാവുന്ന ആരാണ്ടൊക്കെ ഞാൻ വിളിച്ച് അവർ ഫോൺ എടുത്തവർ എന്നോട് പറഞ്ഞ് പേടിക്കണ്ട, അവിടെ തന്നെ നിന്നോ, ഇതാ ഞങ്ങളിപ്പം വന്നേക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നെയും സൗണ്ട് കേൾക്കുന്നു. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഭിത്തി എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങി വന്നുകൊണ്ടിരിക്കുക. കട്ടിലെ തട്ടി കട്ടിൽ സഹിതം നീങ്ങിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അന്നേരം പുറത്ത് എൻ്റെ മോൻ പിന്നെയും വിളിക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഇവർ പറയുന്നത്, ബാബുവൊക്കെ പറയുന്നത് കേൾക്കാം, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കയറെടുത്തോണ്ട് വരാം എന്നുമൊക്കെ. അന്നേരം ഈ ഭിത്തി ഇങ്ങനെ മറിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഭാഗത്തോട്ട് വരും. അന്നേരം എനിക്ക് തോന്നി ഞാൻ മരിച്ചു പോകും, ഇതെല്ലാം കൂടെ ഇപ്പം എൻ്റെ ദേഹത്ത് വീഴും.